നമ്മുടെ ക്യാമറയിലുള്ള 7 മോഡുകളിൽ ഈ ഡയൽ കാണാമല്ലോ. ഈ ഡയലിലുള്ള 7 മോഡുകളിൽ ഒരു മോഡ് ഓട്ടോമാറ്റിക് മോഡ്, ഒരു മോഡ് മാനുവൽ മോഡ്, ബാക്കിയുള്ള 5 മോഡുകളിൽ 3 മോഡ്സ് സെമി ഓട്ടോമാറ്റിക് മോഡാണ്, അല്ലെങ്കിൽ സെമി മാനുവലായിട്ടും പറയാം. ബാക്കിയുള്ള 2 മോഡുകൾ ഒന്ന് ഫിൽറ്ററും ഒന്ന് ഡിഫറെൻറ്റ് സീൻസിന് ഉപയോഗിക്കുന്ന മോഡുകളുമാണ്. ഈ വീഡിയോയിൽ നിങ്ങളോട് ഷട്ടർ പ്രയോറിറ്റി മോഡിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പർച്ചർ പ്രയോറിറ്റി മോഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. ഇതെങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എവിടെയാണ് ഈ മോഡ് സെറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാം. ഈ മോഡ് സെറ്റ് ചെയ്യാനായിട്ട്, അതായത് ഷട്ടർ പ്രയോറിറ്റി മോഡ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കാനൺ ക്യാമറയിൽ കൊടുത്തിരിക്കുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് TV എന്നാണ്. ഈ റൊട്ടേറ്റിംഗ് ബട്ടണ് നമ്മൾ TVയിലേക്ക് സെറ്റ് ചെയ്യുക, അതോടുകൂടി ഷട്ടർ പ്രയോറിറ്റി മോഡിലേക്ക് പോകും. ഈ ഷട്ടർ പ്രയോറിറ്റി മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ മാത്രം നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പർച്ചർ വിൽ ബി സെറ്റ് ബൈ ദ ക്യാമറ. ISO വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ISO നമുക്ക് ഓട്ടോയിൽ വെക്കാം. അപ്പം ഏത് സന്ദർഭങ്ങളിലാണോ നമ്മൾ ഷട്ടർ പ്രയോറിറ്റി യൂസ് ചെയ്യേണ്ടത് ആ സന്ദർഭങ്ങളിലൊക്കെ ഈ TV മോഡിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഞാൻ താഴെ പറയുന്ന കാര്യങ്ങളനുസരിച്ചിട്ട് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പോഷറിൽ വീഡിയോ എടുക്കാൻ സാധിക്കും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദി ഷട്ടർ സ്പീഡ് ഷുഡ് ബി ഹയർ ദാൻ ദി സ്പീഡ് ഓഫ് ദി സബ്ജക്റ്റ്. ഓടുന്ന ഒരു വസ്തുവോ, ഓടുന്ന ഒരു സബ്ജക്റ്റോ, ഒരു പേഴ്സണോ, കാറോ, ഒരു വീഡിയോ, നിശ്ചലമായ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ, ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷട്ടർ സ്പീഡ് ഷുഡ് ബി ഹയർ ദാൻ ദി സ്പീഡ് ഓഫ് ദി കാർ എന്നാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പം ഹയർ ഷട്ടർ സ്പീഡിൽ ഒരു മൂവ്മെൻ്റ് ഉള്ള ഒരു വസ്തുവിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റില്ലായിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. ഇതിൻ്റെ നേരെ റിവേഴ്സാണ് നമുക്ക്, അതായത് വളരെ മൂവ്മെൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റിൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഈ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ, ബ്ലറി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ഷട്ടർ സ്പീഡ് വയ്ക്കുക. അപ്പോൾ ആ മോഷൻ നിങ്ങൾക്ക് അതിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ നമ്പർ 2. ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് വെൻ എവർ ദ സ്പീഡ് ഈസ് ഹയർ, കീപ് ദി ഷട്ടർ സ്പീഡ് ഹയർ ദാൻ ദാറ്റ്. Then second, when you want to take a blurry photograph of a moving vehicle, then the shutter speed should be slower than the movement. Principle number 3, whenever there is a shaky situation, അതായത് ഷേക്ക് ചെയ്യാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ, ഇപ്പോൾ നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഷേക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓൺ ദോസ് ഒക്കേഷൻസ് കീപ് ദി ഷട്ടർ സ്പീഡ് ഹയർ ഷട്ടർ സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ ഷട്ടർ വളരെ ഫാസ്റ്റായിട്ട് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഷേക്ക്, നമ്മുടെ ക്യാമറ ഷേക്ക് കുറയാനുള്ള സാധ്യത വളരെയധികമുണ്ട്. നിങ്ങൾ ഗിംബലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് കുറച്ച് വെക്കാം. പക്ഷേ when you are using it on your hand and there's a possibility that there could be more shake, then keep the shutter speed higher. This is the third principle. Fourth principle, allanundengil I can say നാലാമത്തെ യൂസേജ് ഏരിയ എന്ന് പറയുന്നത്, whenever there is a dark situations or light is less, then use less shutter speed. അപ്പോൾ ലെസ് ഷട്ടർ സ്പീഡ് ആകുമ്പം കുറച്ച് ലൈറ്റ് ഉള്ളിലേക്ക് വരും, പക്ഷേ യൂസ് എ ട്രൈപോഡ് അലോങ് വിത്ത് ദാറ്റ്, ദെൻ ഓൺലി യു ഗെറ്റ് എ ക്ലിയർ പിക്ചർ. ഈ ഷട്ടർ സ്പീഡ് വളരെയധികം കുറയ്ക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ഒരുപാട് ഷട്ടർ സ്പീഡ് കുറയ്ക്കാതെ, കാരണം ഷേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ കുറച്ച് ISO ഇൻക്രീസ് ചെയ്തിട്ട് ഷട്ടർ സ്പീഡ് കൂട്ടി വെച്ചിട്ട് കറക്റ്റ് എക്സ്പോഷറിൽ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഈ മൂവ് ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം, അതായത് ഐദർ യു ആർ മൂവിങ് ഓർ ദി സബ്ജക്റ്റ് ഈസ് മൂവിങ്, then definitely you should go for a TV mode or a shutter speed mode, one of the most useful modes among all the modes.